എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിഫ്റ്റിയുടെ ഒരു വരും ആഴ്ചയിലേക്കുള്ള ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. അപ്പൊ അതിന് ഓപ്ഷൻ സ്ട്രാറ്റജി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നിഫ്റ്റിയുടെ കണ്ടീഷൻ എങ്ങനെ നോക്കണം. നിഫ്റ്റി എന്താണ്? നിഫ്റ്റി കുറച്ചു നാള് നന്നായിട്ട് കയറി അതിനുശേഷം ഒരാഴ്ചയോളം ഒരു കൺസോളിഡേഷൻ ഫേസിൽ വന്നു, പിന്നെ ഒരു അപ്സൈഡിൽ. അതായത് അപ്പൊ അനന്തവികാസിൽ പറക്കുന്ന ഒരു പരുന്തിനെ പോലെ നിഫ്റ്റി ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ പിടിതരാതായിട്ട്. അതായത് സെല്ലേഴ്സിനോ അല്ലെങ്കിൽ പുട്ട് ബൈ ചെയ്യുന്നവർക്കോ പിടിതരാതെ നിഫ്റ്റി ഇങ്ങനെ പറഞ്ഞത്. എന്തെങ്കിലും ഒരിക്കൽ നിഫ്റ്റി ഇര പിടിക്കാനായിട്ട് നിലത്തിറങ്ങേണ്ടി വരും. അപ്പൊ നമുക്ക് അത് നോക്കാം, എന്തൊക്കെയാണ് നിഫ്റ്റിയുടെ, ഏത് ലെവലിലൊക്കെയാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് അല്ലെ റെസിസ്റ്റൻസ് ലൈൻ. അപ്പൊ നമുക്ക് ഒരു 1 അവർ ചാർട്ടിന് നമുക്ക് ഒന്ന് കുറച്ചിട്ട് 1 അവറിന്റെ ചാർട്ട് എടുക്കും. അപ്പൊ 1 അവറിന്റെ ചാർട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ഇവിടെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ട് നിഫ്റ്റി ഇവിടെ ഒരു കൺസോളിഡേഷൻ ഫേസിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി നിഫ്റ്റി മുകളിലേക്ക് പോവാം അല്ലെ താഴേക്ക് വരാം. താഴേക്ക് വന്നാലും എന്റെ ഒരു നിഗമനം കേട്ടോ, എല്ലാവർക്കും അത് ശരിയായിക്കോണമെന്നുള്ളതില്ല. അപ്പൊ എല്ലാവരും ഭയങ്കര ബുള്ളിഷ്നെസ് ഒക്കെ പ്രവചിക്കണം. കാരണം എന്താ വെച്ചാല് രണ്ടാമത് നല്ല സർക്കാർ വരാൻ പോണു, പിന്നെ നല്ല എക്കണോമി നല്ല ഉയർത്താൻ പോണു, പിന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നന്നായിട്ട് ഫണ്ടുകൾ പമ്പ് ചെയ്യുന്നു. അങ്ങനെ പല പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമ്മൾ ടെക്നിക്കൽ ലെവൽസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ എന്റെ ഒരു വ്യൂ എന്ന് വെച്ചാൽ നിഫ്റ്റി ഇനി വരും കാലം ചിലപ്പോൾ മുകളിലേക്ക്, പക്ഷെ താഴ്ന്നാലും ഏകദേശം ഈ ലെവൽ വരെ, ഈ ആദ്യത്തെ നമ്മളെ ഈ ഹൈ വരെ ചിലപ്പോൾ വരാം. അത് കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടത്തെ ലെവൽ വരെ ഏകദേശം വരാനായിട്ട് സാധ്യത. 21.025 ഈ ലെവൽ എന്ന് വെച്ചാൽ 21.025 ഏകദേശം ആ ലെവൽ വരെ വരാം. അല്ലെങ്കിൽ നിഫ്റ്റി അത് ആ ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 20,936 ഈ ലെവൽ വരെ ഒരു ടച്ച് ചെയ്യാം. ടച്ച് ചെയ്തിട്ട് വീണ്ടും നിഫ്റ്റി അപ്സൈഡിലേക്ക് പോകും മിക്കവാറും. ഒന്നില്ലെങ്കിൽ ഇവിടെ ടച്ച് ചെയ്ത് ഇങ്ങനെ കൺസോളിഡേഷൻ മുകളിലേക്ക് പോവാം, അല്ലെങ്കിൽ ഈ ബ്രേക്ക് ഔട്ട് നോക്കിയാൽ പിന്നെ അടുത്തത് ഇവിടെ ടച്ച് ചെയ്തിട്ട് വീണ്ടും മുകളിലാണ്. ഇവിടെ ടച്ച് ചെയ്ത് കൺസോളിഡേഷൻ കുറച്ചാൾ നിന്നിട്ട് നിഫ്റ്റി ഈ റെസിസ്റ്റൻസ് ഈ സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് വീണ്ടും ഒരു താഴേക്കുള്ള ചാൻസുകളുള്ളത്. അതൊരു അപൂർവമായിട്ട് സംഭവിക്കാൻ സാധ്യത. സംഭവിച്ചുകൂടാ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് മാർക്കറ്റ് ആണ്. കൂടുതൽ ഫണ്ട് ഫ്ലോ എവിടേക്കാണ് വരുന്നത് അവിടേക്ക് മാർക്കറ്റ് പോകും. അപ്പൊ ഇത് വെച്ചിട്ടാണ്, അപ്പൊ ഈ സപ്പോർട്ട് വെച്ചിട്ടാണ് ഈ 20,926 ഈ സപ്പോർട്ട് വെച്ചിട്ടാണ് ഞാൻ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് സപ്പോർട്ട്. മുകളിലേക്ക് ചിലപ്പോൾ എത്ര വേണേലും പോവാം. പക്ഷെ ഈ സപ്പോർട്ട് ബ്രേക്ക് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഈ സ്ട്രാറ്റജി അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറുക. അവിടെ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറുക എന്നുള്ളതാണ് എന്റെ ഈ സ്ട്രാറ്റജി കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നിങ്ങൾ നാളെ പോയിട്ട് ഈ സ്ട്രാറ്റജി ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നമുക്ക് പറയാം ഈ 1 അവറിന്റെ ചാർട്ട് വെച്ചിട്ട് എവിടെ സപ്പോർട്ട് എടുക്കുന്നു അത് വെച്ചിട്ട് എങ്ങനെ സ്ട്രാറ്റജി ചെയ്യാം എന്നുള്ളത് ഒരു എഡ്യൂക്കേഷൻ വീഡിയോ മാത്രമാണ് ഉദ്ദേശിക്കുക. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്. കാരണം നിങ്ങളുടെ അറിയാലോ, ഓപ്ഷൻ സ്ട്രാറ്റജി ഹൈ റിസ്ക് ആണ്. ഹെഡ്ജിങ് ഇല്ലാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഓപ്ഷൻ. അപ്പൊ നല്ല രീതിയിൽ മനസ്സിലാക്കി നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ശേഷം മാത്രം പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പൊ ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് പറഞ്ഞത് ഈ 20,926 താഴെ വരുന്ന രീതിയിൽ കട്ട് ചെയ്യുന്ന മാറുന്ന ഒരു സ്ട്രാറ്റജി, മുകളിലേക്ക് പോകും തോറും പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരു സ്ട്രാറ്റജി. ഈ ലെവലിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലെവലിൽ ലോസ് തുടങ്ങാം. മുകളിലേക്ക് പോകും തോറും അല്ലെങ്കിൽ നാരോ റേഞ്ച് നിന്നാലും പ്രോഫിറ്റ് ഉണ്ടാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഇവിടെ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വെറും ഷെയറിംഗ് ആണിത്. എൻ്റെ വ്യൂ പോയിന്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓപ്ഷൻ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറന്റ് വീക്ക്, അതായത് അടുത്ത 21-ാം തീയതി ആണ് എക്സ്പയറി. ആ വീക്കിലെ അർദ്ധമണിയിലുള്ള കോള്, അതായത് 21-200ന്റെ കോള് 2 ലോട്ട് സെല് ചെയ്യുന്നു. ബാക്കി എല്ലാവരും നമ്മൾ ബൈ ആണ് ചെയ്യുന്നത്.
ബൈ ചെയ്യുന്നത് അടുത്ത ആഴ്ചയിലത്തെ, അതായത് ലാസ്റ്റ് മന്തിലി ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുന്നു. ഈ കറണ്ട് വീക്ക് നടക്കുന്ന എക്സ്പയറി 21-ാം തീയതി ഡിസംബറിൽ നടക്കുന്ന എക്സ്പയറി സെല്ലുമാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം അത് എങ്ങനെ അടിച്ചു കൊടുത്ത് നോക്കാം. അപ്പൊ ഇവിടെ ഓൾറെഡി നിഫ്റ്റി വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫ്യൂച്ചർ മാറ്റിയിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നു. ഇവിടെ സെല്ലാണ് നമ്മൾ കൊടുക്കുന്നത്. ഡേറ്റ് മാറ്റി കൊടുക്കണം, 21 ഡിസംബർ. അപ്പൊ 21-200 നമ്മ കറണ്ട് മാർക്കറ്റ് 21-180 ആണല്ലോ. അപ്പൊ 21-200 സെല്ല് നമ്മൾ കൊടുക്കുന്നു. 2 ലോട്ട് സെല്ല് 183 അതിന്റെ പ്രൈസ് ഇപ്പൊ കാണും. 2 ലോട്ട് നമ്മൾ സെല്ല് കൊടുത്തുന്നു. അതുകൂടാതെ നമുക്ക് 28 ഡിസംബർ വരണ്ട്. 28 ഡിസംബറിൽ 21-500 നമുക്ക് ബൈ ആണ് കൊടുക്കുന്നത്. ഒറ്റ ലോട്ട് ബൈ ഉണ്ടാവും. ഒറ്റ ലോട്ട് നമ്മ ബൈ കൊടുക്കുന്നു. അതുകൂടാതെ 28 ഡിസംബർ തന്നെയാണ് 20,900 കോള് ഒറ്റ ലോട്ട് ബൈയും വീണ്ടും കൊടുക്കുന്നു. അതായത് പിന്നെ 28 ഡിസംബറിന്റെ 21-600 ഒരു ലോട്ട് നമ്മ ബൈയും കൊടുക്കുന്നു. ഇപ്പൊ 3 ബൈയും 2 സെല്ലും നമുക്കുള്ളത്. നമുക്ക് നോക്കാം ഗ്രാഫ് എങ്ങനെയാണ്. ഗ്രാഫ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നോക്കിയാല് ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട. 21-200 183 സെല്ല്. പിന്നെ അടുത്ത ആഴ്ചയിലത്തെ 28 ഡിസംബർ 21-500 105 ബൈ ഇവിടെ കണ്ട ബൈ. അതുകൂടാണ്ട് 28 ഡിസംബർ 20,900 498 ബൈ, അത് ബൈ. അതായത് പിന്നെ 28 ഡിസംബർ എക്സ്പയർ ചെയ്ത് 21-600 72 രൂപ ബൈ ഇവിടെ ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 70%, 70 ഉണ്ട്. മാക്സിമം പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് എന്ന് വെച്ചാൽ മുകളിലേക്ക് പോകും തോറും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നു. അതാണ് അൺലിമിറ്റഡ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം ലോസ് വരുന്നത് 15,500. അതായത് ലോസ് എവിടെ തുടങ്ങാൻ നമുക്ക് ചാർട്ട് വെച്ച് പറഞ്ഞല്ലോ. ആ പോയിന്റിന് താഴെ, അതായത് 20,998 ആ റേഞ്ചിൽ വെച്ചിട്ട് ലോസ് തുടങ്ങാം. 20,998. ഇതാണ് നമ്മളെ പ്രോഫിറ്റ് ഏരിയ വന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ഏരിയ ഇവിടെ നിന്ന് മാർക്കറ്റ് നിൽക്കുന്നത് ഏകദേശം 20,182 റേറ്റിൽ നിൽക്കുന്നത്. മുകളിലേക്ക് പോകും തോറും നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം. മുകളിലേക്ക് പോകും തോറും നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ കുറച്ച് പ്രോഫിറ്റ് കുറഞ്ഞു. പിന്നെ പ്രോഫിറ്റ് മുകളിലേക്ക് പോകും തോറും പ്രോഫിറ്റ്. അപ്പൊ ഇവിടെ ഒന്നും നമുക്ക് ലോസ് ഇല്ല. മുകളിലേക്ക് പോകും തോറും ഇവിടെ ഒന്നും ലോസ് ഇല്ല. നോ ലോസ്. ഈ ഏരിയയിൽ നോ ലോസ്, നോ ലോസ്. പക്ഷെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇത് ഈ പോയിന്റിൽ തൊട്ടിട്ട് ലോസ് സ്റ്റാർട്ട് ചെയ്യും. ഈ പോയിന്റ് തൊട്ടിട്ട് ലോസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഈ 20,980 20,990. അപ്പൊ ആ റേഞ്ച് വരുമ്പോൾ നമ്മൾ ഏകദേശം സൂക്ഷിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ പൊസിഷൻസ് നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. ഈ ലെവൽ കണ്ട ഇങ്ങനെ താഴേക്ക് വരും തോറും നമുക്ക് അപ്പൊ ഈ ഏരിയ തൊട്ടിട്ട് നമ്മൊരു അലർട്ട് ആയിരിക്കണം. ഈ ഏരിയ ഒക്കെ എത്തുമ്പോൾ അലർട്ട് ആയിരിക്കണം. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മളെ പൊസിഷൻസ് കട്ട് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് എത്ര പോയാലും നമുക്ക് നോ ടെൻഷൻ വിത്തൗട്ട് ടെൻഷൻ ആയിട്ട് ഇരിക്കുക. ഇവിടെയൊക്കെ പ്രോഫിറ്റ് ഇടും. അപ്പൊ ഇതിൽ എത്ര പ്രോഫിറ്റ് വേണമെന്നുള്ളത് ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എത്ര പ്രോഫിറ്റ് വേണമെന്നുള്ളത് നമ്മൾ എടുക്കുക. നമുക്ക് അത്യാവശ്യമുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് എടുത്ത് മാറുക. അത് എക്സ്പയറി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പയറി ചെയ്ത് ഒരിക്കലും വെയിറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് എപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നോ അത്ര നമ്മൾ ആ പ്രോഫിറ്റ് ഒരു സാറ്റിസ്ഫൈഡ് ആയ പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ മാറാം. ചില മാർക്കറ്റ് നമുക്ക് നല്ല പ്രോഫിറ്റ് തന്ന ലെവലിൽ നിന്ന് ചിലപ്പോൾ റിട്ടേൺ തിരിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായ പ്രോഫിറ്റ് പോലും ചിലപ്പോൾ വാഷൗട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ആലോചിച്ച് അതിനൊക്കെ കൃത്യമായി മണി മാനേജ്മെന്റ് എല്ലാം ചെയ്തിട്ട് വേണം ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് കടക്കാനായിട്ട്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.